Hi, എന്തൊക്കെയാണ് സുഖാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെള്ളയപ്പവും അതേപോലെ ചിക്കൻ സ്റ്റ്യൂ. അപ്പോൾ ചിക്കൻ സ്റ്റ്യൂ ഞാൻ മൈക്രോവേവിലാണ് ചെയ്യുന്നത്. വെള്ളയപ്പം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. രാത്രി അരച്ച് വെച്ച് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വെള്ളയപ്പത്തിൻ്റെയൊക്കെ നമ്മുടെ രീതി. അങ്ങനെയല്ല, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെള്ളയപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇത് നല്ല റെസിപ്പിയാണ്. ഞാനിത് 1 മണിക്കാണ് അരച്ചു വെച്ചത്. 1 മണിക്ക് അരച്ചു വെച്ചിട്ട് 4 മണി ആയപ്പോഴേക്ക് അതങ്ങ് നിറഞ്ഞ് തുളുമ്പിപ്പോയി. അത് വീണ്ടും അത് നിറഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് മാവ്. നമുക്കത് ചുട്ടെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് വെള്ളയപ്പത്തിൻ്റെ മിക്സ് ഉണ്ടാക്കിയത് എന്നുള്ളത് കാണാം. 1 കപ്പ് അരി പച്ചരി വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് ചോറ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തു. ഇനി 1 തേങ്ങയിൽ നിന്നെടുത്തിട്ടുള്ള വെള്ളമാണ്. ഇതിലാണ് ഞാനിത് അരയ്ക്കാൻ പോണത്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ വെള്ളം തികഞ്ഞില്ല, അപ്പോൾ ഇത് അരയ്ക്കാൻ മാത്രമുള്ള തേങ്ങ വെള്ളം ഇല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. വലിയ തേങ്ങയ്ക്കാണെങ്കിൽ ഈ ഒരു പാകത്തിലാണ് വെള്ളം വേണ്ടത്. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് വയ്ക്കാം. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ദോശമാവിലും കുറച്ച് ലൂസായിട്ടാണ് വെള്ളയപ്പത്തിൻ്റെ മാവുണ്ടാവുക. ഇതിനി അരച്ച് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് വേണ്ടതെങ്കിൽ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം എടുക്കാം. ശരിക്കും നല്ല ഈസ്റ്റൊക്കെ ആണെങ്കിൽ ഇതൊരു 3-4 മണിക്കൂർ മാക്സിമം മതി. 3 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് വരും. ഞാനൊരു 3 മണിക്കൂറേ വയ്ക്കുന്നുള്ളൂ. മാവ് ശരിക്കും കറക്റ്റ് 3 മണിക്കൂറായപ്പോഴേക്കും എൻ്റെ പാത്രം നിറഞ്ഞു പോയി. ഇത്രയും നന്നായിട്ട് ആയിട്ട് വരും കേട്ടോ. നന്നായിട്ട് മാവ് പൊങ്ങി വരും. ഞാൻ 1 മണി 1:15-നാണ് അരച്ച് കഴിഞ്ഞത്. ഇപ്പോൾ 4:15 ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി വയ്ക്കാം. നല്ല പതഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഇതിനൊന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കുറേ താഴേക്ക് പോകും. ഇങ്ങനെ ഈ വെള്ളയപ്പത്തിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഈ ഒരു പതഞ്ഞുണ്ടോ, അപ്പോൾ മാവ് കാണില്ല. ഇങ്ങനെ ഒരു ബബിളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ചേർത്ത് ഇളക്കിയതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം. ചിക്കൻ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈക്രോയിലാണ് ചെയ്യുന്നത്. ഈ സ്റ്റവിലാണെങ്കിലും ചെയ്യാം കേട്ടോ. മൈക്രോയിലല്ലേ പലർക്കും ചെയ്യാൻ അറിയാത്ത, അതുകൊണ്ടാണ് അതിൽ ചെയ്യണത്. സ്റ്റവിലാണെങ്കിൽ ഇതേ മെത്തേഡിൽ സ്റ്റവിലങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ആദ്യം മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള, ഞാൻ സാധാരണ ചെയ്യാറുള്ള ബോറോസിലിൻ്റെ വെസലിലാണ്. ഇനി മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള വേറൊരു വെസലാണ്, എന്താ പറയുക, സിറാമിക് ബോൺ ചൈന ക്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചില സ്ഥലങ്ങളിൽ ഇതിന് പിഞ്ഞാണക്കൂട്ട്, കോപ്പക്കൂട്ട് എന്നൊക്കെയാണ് പറയുക. അങ്ങനെയുള്ള പാത്രം എക്സ്പ്ലെയിൻ ചെയ്തതെന്നല്ല. ഇതിപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ നടുവിലൊരു ചുവന്ന മണ്ണിൻ്റെ കളറുണ്ടാവും. അങ്ങനെയുള്ള പാത്രം. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ പണ്ടത്തെ ഡിന്നർ സെറ്റ്, പണ്ടത്തെ കാലത്തുള്ള ഡിന്നർ സെറ്റ്, ഇപ്പോഴത്തെ ഡിന്നർ സെറ്റൊന്നുമല്ല, പണ്ടത്തെ. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. സാധാരണ നമ്മൾ ഒഴിക്കുന്ന പോലെ അതിൽ വേണമെങ്കിൽ കുറയ്ക്കാം. സാധാരണ ഒഴിക്കുന്ന അത്രയും വെളിച്ചെണ്ണ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആവശ്യമില്ല മൈക്രോയിൽ ചെയ്യുമ്പോൾ. പിന്നെ ഒരു മീഡിയം സവാള നീളത്തിൽ മുറിച്ചതാണ്. 10 വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ നീളത്തിൽ ഇങ്ങനെ മുറിച്ചു. അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ മുറിച്ചു. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാട്ടോ പച്ചമുളക് ചേർക്കേണ്ട. പച്ചമുളക് ഞാനിവിടെ ഒരു 6 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കാൻ പോവുകയാണ്. ഹൈ പവറിൽ 5 മിനിറ്റ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം നന്നായിട്ട് ആവണം. അതുകൊണ്ട് ഹൈ പവറിൽ 5 മിനിറ്റ് കൊടുക്കാം. സമയമായിട്ടുണ്ട്.
5 മിനിറ്റ് ആയിട്ടുണ്ട് എടുക്കാം. ഉള്ളി എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. മൈക്രോവേവിൽ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഉള്ളിയൊന്നും കളറ് മാറി വരില്ല കേട്ടോ. ഒരു ഫുഡും കളറ് മാറില്ല. അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. പച്ചമുളക് കണ്ടില്ലേ? 250 ഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യണേ. ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യുക കേട്ടോ. ബോൺലെസ് വേണം നിർബന്ധമില്ല. നല്ല പഴുത്ത തക്കാളി 2 എണ്ണം ചെറുതാക്കി മുറിച്ചത്, ഒരു പൊട്ടാറ്റോ തൊലി കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് സ്ലൈസ് ചെയ്തെടുത്താൽ മതി, വലിയ വലിയ പീസസ് ആക്കി ഇടരുത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അടച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ തക്കാളിയിൽ നിന്ന് വരുന്ന ജ്യൂസ്, ഉള്ളിയിൽ നിന്നെല്ലാം വരുന്നത് എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ തന്നെ അത് കുക്കായിക്കോളും. അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഹൈ പവറിൽ 6 മിനിറ്റ് കുക്ക് ചെയ്യാം. ആയിട്ടുണ്ട്. ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ചിക്കൻ നല്ല കുക്കായിട്ടുണ്ട്, പൊട്ടാറ്റോ കുക്കായിട്ടുണ്ട് അല്ലേ? നമ്മൾ ചിക്കൻ വെന്തോ നോക്കുക അല്ലേ? ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പൊട്ടാറ്റോ നന്നായി കുക്കായിട്ടുണ്ട്. പൊട്ടാറ്റോ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറുള്ളത്. ഇനി നമ്മൾ ഇതിൽ മല്ലിയില ചേർക്കാണ്ട്, പിന്നെ തേങ്ങാപ്പാൽ ചേർക്കാണ്ട്. അപ്പോൾ അതിലും കൂടെ കിടന്നിട്ട് ഒന്നും കൂടെ അതൊന്ന് കുക്കാവാനുണ്ട് കേട്ടോ. അപ്പം കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണേ. 1 കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളതായിരിക്കണം. ഒരു 1/2 കപ്പ് മല്ലിയില ചെറുതാക്കി മുറിച്ചത്. ഇനി കുരുമുളക് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ കുരുമുളക് ചേർക്കാം. വെള്ള കുരുമുളക് അല്ലേ, വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയല്ല, ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആകുമ്പോൾ നമുക്ക് കളർ കുറച്ച് മാറിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ കുരുമുളക് പൊടി തന്നെ ചേർക്കാം. ഇനി ഈ കറിയൊക്കെ ഒന്ന് കുറുകി വരണം, തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുക്കാവണം, പിന്നെ തേങ്ങാപ്പാലൊക്കെ ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി ഇത് തുറന്ന് വെക്കുക. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റ് കൂടെ കൊടുക്കാം. ഹൈ പവറിൽ 5 മിനിറ്റ്. സാധാരണ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാളയൊക്കെ വഴറ്റുമ്പോൾ തുറന്ന് വെക്കാറാണ്. അതേപോലെ തന്നെ അത് മൈക്രോവേവിലാണെങ്കിൽ തുറന്ന് വെക്കണം. പിന്നെ ചിക്കനൊക്കെ നമ്മൾ വെള്ളമില്ലാതെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടല്ലേ ചെയ്യാറില്ല. ചിക്കനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ സാധാരണ അടച്ചു വെക്കാറ്. അതേപോലെ തന്നെ ഇവിടെ അടച്ചു വെച്ചു. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ചു വെക്കാറില്ല. അതേപോലെ തന്നെ ഇവിടെയും അടച്ചു വെക്കുന്നില്ല. ഓക്കെ, അതേപോലെ പലർക്കും എന്താ വെച്ചാൽ അടച്ചു വെക്കണോ തുറന്ന് വെക്കണോ എന്നൊക്കെ ഒരു സംശയമാണ്. അപ്പം മൈക്രോവേവിൽ ഇങ്ങനെയാണ്. സ്റ്റൗവിൽ തുറന്ന് വെക്കുന്നതൊക്കെ ഇതിൽ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുക. സ്റ്റൗവിൽ എന്തൊക്കെയാണ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ ഇതിലും അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അടച്ചു വെക്കുമ്പോൾ മൈക്രോ പ്രൂഫായിട്ടുള്ള വെസൽ യൂസ് ചെയ്യണമെന്ന് മാത്രം. എല്ലാ ഓവണിലും മൈക്രോ ഫങ്ഷൻ നടക്കുന്ന ഒരേപോലെ തന്നെയാണ് കേട്ടോ. പലരും ഇപ്പം എൻ്റെ അടുത്ത് ക്ലാസ്സിന് ഗോദ്രേജ് അല്ലെങ്കിൽ LG, സാംസങ്, വേൾപൂൾ, IFB ഇങ്ങനെ പാനസോണിക് എല്ലാ കമ്പനീൻ്റെ ക്ലാസ് മൈക്രോവേവ് കുക്കറി ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഒരേ ടൈമിങ് തന്നെയാണ് കൊടുക്കാറുള്ളത്. എല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട്. പിന്നെ ബേക്കിങ്ങിലേക്ക് പോകുമ്പോഴാണ് ചില ഓവൺ, ഏതാണ് കമ്പനി എടുത്ത് പറയുന്നില്ല, കുറച്ച് കമ്പനീസ് കുറച്ച് ഓവർ ടെമ്പറേച്ചറാണ്. അപ്പോൾ ബേക്കിംഗ് കറക്റ്റായിട്ട് നടക്കാത്തത്. അങ്ങനെ ഓവർ ടെമ്പറേച്ചറിൽ നിങ്ങൾ ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കാതെ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ല ഫ്ലേവറാണ്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ഫ്ലേവറാണ്. ഇനി മൈക്രോ എന്ന ഓപ്ഷനിൽ ഗ്രിൽ കൺവെക്ഷൻ അല്ല, നിങ്ങൾ എന്ത് കുക്ക് ചെയ്താലും ഒരു 2 to 5 മിനിറ്റ്സ് സ്റ്റാൻഡിങ് ടൈം കൊടുക്കണം. പലരും ചോദിക്കുന്നുണ്ട് ഓവൻ്റെ ഉള്ളിൽ വെക്കണമെന്ന്. ഓവൺ ഓഫാക്കിയിട്ട് ഉള്ളിൽ വെച്ചാലും പുറത്ത് വെച്ചാലും ഒരേ ഇഫക്റ്റ് അല്ലേ. അടച്ച് വെച്ച് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് വീണ്ടും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കിതിനി ചുട്ടെടുക്കാം. മാവ് മുഴുവനായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കോരി ഒഴിച്ചാൽ മതി, ഓരോ തവി വീതം. വെള്ളയപ്പം ചുടുന്ന പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട്, അത് ഓവർ ഹീറ്റ് ആവരുത്, ഒരു മീഡിയം ഹീറ്റ് ആയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിക്കുക. ഒരു തവി മാവ് ഒഴിക്കുക.
ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുക. മേലെ മേലെയായിട്ട് വീണ്ടും വീണ്ടും ചുറ്റരുത്, ഒറ്റ പ്രാവശ്യം ചുറ്റിക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഫുൾ ഫ്ലെയിമിൽ കുറച്ച് സമയം വയ്ക്കുക. അതിന് ശേഷം കുറച്ച് സമയം സിമ്മിലിടുക. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള ആ നടുവിലുള്ളതെല്ലാം ഒരു സ്പഞ്ച് പോലെ ആവുകയും ചെയ്യും. അറ്റത്തേക്കുള്ളതെല്ലാം ലീസ് പോലെ നല്ലൊരു ക്രിസ്പായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലായി എടുക്കുകയും ചെയ്യാം. വെള്ളയപ്പം സ്റ്റ്യൂ നല്ല കോമ്പിനേഷനാണ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല കോമ്പിനേഷനിൽ നല്ല ഫ്ലേവറുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ അത് പിന്നെ വെള്ളയപ്പത്തിൻ്റെ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റ്യൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ്. പലരും മൈക്രോവേവിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, മൈക്രോവേവിൽ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എപ്പോഴൊന്നും പറയാറില്ല, ഞാൻ മറന്നു പോകും അത് പറയാൻ വേണ്ടിയിട്ട്. ചാനൽ കാണുന്നവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം. എൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. ചോക്ലേറ്റ്, കുക്കീസ്, ബ്രെഡ് പോലെയുള്ള ക്ലാസ്സിനെല്ലാം അത് സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, റാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൈസ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും.